ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ കുറച്ചധികം വീഡിയോസ് ആയല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ വീഡിയോയ്ക്ക് കൂടെ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കും നിങ്ങൾക്കും ഒരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉറപ്പായിട്ടും മുന്നോട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീണ്ടും ഒന്ന് പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ? ഇന്ന് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു 10 സെൻറ്റൻസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമായിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നലെ മുതൽ എനിക്ക് പനിയാണ്. ഇന്നലെ മുതൽ എനിക്ക് പനിയാണ്. എങ്ങനെ പറയും? ഇന്നലെ മുതൽ എനിക്ക് പനിയാണ്. ഐ ഹാവ് ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഐ ഹാവ് ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ പനിയാണ് അല്ലേ? എനിക്ക് ഇന്നലെ മുതൽ പനിയാണ്. ഐ ഹാവ് ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഏത് ആശുപത്രിയിലാണ് പോയത്? ഏത് ആശുപത്രിയിലാണ് പോയത്? വിച്ച് ഹോസ്പിറ്റൽ ഡിഡ് യു ഗോ ടു? വിച്ച് ഹോസ്പിറ്റൽ ഡിഡ് യു ഗോ ടു? വിച്ച് ഹോസ്പിറ്റൽ ഡിഡ് യു ഗോ ടു? ഏത് ആശുപത്രിയിലാണ് പോയത്? പനി കുറവുണ്ടോ? പനി കുറവുണ്ടോ? ഇസ് ദ ഫീവർ ലോ? ഇസ് ദ ഫീവർ ലോ? പനി കുറവുണ്ടോ? നമ്മൾ പലരോടും ചോദിക്കുന്ന അല്ലേ? ഈ ആശുപത്രിയിൽ പോയി വരുന്നവരോടൊക്കെ ചോദിക്കുന്ന അല്ലേ? മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പനി കുറവുണ്ടോ? ഈസ് ദ ഫീവർ ലോ? മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചോ? ഡിഡ് യു ടേക്ക് മെഡിസിൻ? ഡിഡ് യു ടേക്ക് മെഡിസിൻ? മരുന്ന് കഴിച്ചോ? ഡിഡ് യു ടേക്ക് മെഡിസിൻ? ആ ഫാൻ ഓഫ് ചെയ്യ്. ആ ഫാൻ ഓഫ് ചെയ്യ്. ടേൺ ഓഫ് ദാറ്റ് ഫാൻ. ടേൺ ഓഫ് ദാറ്റ് ഫാൻ. ആ ഫാൻ ഓഫ് ചെയ്യ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അല്ലേ? ആ ഫാൻ ഓഫ് ചെയ്യ്. ടേൺ ഓഫ് ദാറ്റ് ഫാൻ. തീ കത്തുന്നുണ്ടോ എന്ന് നോക്കിക്കേ. തീ കത്തുന്നുണ്ടോ എന്ന് നോക്കിക്കേ. സീ ഇഫ് ദ ഫയർ ബേൺസ്. സീ ഇഫ് ദ ഫയർ ബേൺസ്. തീ കത്തുന്നുണ്ടോ എന്ന് നോക്കിക്കേ. സീ ഇഫ് ദ ഫയർ ബേൺസ്. നീ ഇങ്ങോട്ടൊന്ന് വരുമോ? നീ ഇങ്ങോട്ടൊന്ന് വരുമോ? വിൽ യു കം ഹിയർ? നീ ഇങ്ങോട്ടൊന്ന് വരുമോ? വിൽ യു കം ഹിയർ? നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. യു ഗോ, ഐ എം നോട്ട് കമ്മിങ്. യു ഗോ, ഐ എം നോട്ട് കമ്മിങ്. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ. ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ. ഡോൺ മേക്ക് നോയ്സ്. ഡോൺ മേക്ക് നോയ്സ്. ഡോൺ മേക്ക് നോയ്സ്. ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ. നീ വോട്ട് ചെയ്തോ? ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയില്ലേ? നമുക്ക് പലരോടും ചോദിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? നീ വോട്ട് ചെയ്തോ? ഡിഡ് യു വോട്ട്? ഡിഡ് യു വോട്ട്? നീ വോട്ട് ചെയ്തോ? അപ്പം ഇത്രയും സെൻറ്റൻസുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കായിട്ട് ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയ സെൻറ്റൻസ് പറയുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. നിനക്ക് സന്തോഷമായോ? നിനക്ക് സന്തോഷമായോ? ഇതിൻ്റെ ഇംഗ്ലീഷ്, ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഉറപ്പായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.